ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നു. വിലാപയാത്ര ഇമാം ഹുസൈൻ സ്ക്വയറിൽ നിന്നും ആസാദി സ്ക്വയറിലേക്ക് ആണ് പോകുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ലക്ഷക്കണക്കിന് ആളുകളാണ് സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്നത്. അനുരഞ്ജന കൃഷ്ണ ചേരുന്നു വിവരങ്ങളുമായി. അനുരഞ്ജന, നമുക്കറിയാം 4 മാസങ്ങൾക്ക് ശേഷമാണ് ഖമനയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഇപ്പോൾ വിലാപയാത്ര ആരംഭിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ദീപ്തി, 4 മാസങ്ങൾക്ക് ശേഷം ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ ഇറാനിൽ പുരോഗമിക്കുകയാണ്. സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായി നടക്കുന്ന വിലാപയാത്രയ്ക്ക് ഇപ്പോൾ ഇറാനിൽ തുടക്കമായിരിക്കുകയാണ്. ഇറാൻ മുൻ നേതാവിൻ്റെ മൃതശരീരവും വഹിച്ചുകൊണ്ടുവന്ന വാഹനം അദ്ദേഹത്തെ അവസാനമായി നമുക്ക് കാണാനായിട്ട് ഇറാനിൽ ഒട്ടനവധി ജനങ്ങളാണ് ഒത്തുകൂടിയിരിക്കുന്നത്. 1.5 കോടിയിലധികം ജനങ്ങൾ ഈ വിലാപയാത്രയിൽ പങ്കെടുക്കുമെന്നാണ് നിലവിൽ ഇറാൻ അധികൃതർ കണക്ക് കൂട്ടുന്നത്. വിലാപയാത്ര ഹുസൈൻ സ്ക്വയറിൽ നിന്നും വിലാപയാത്ര ഹുസൈൻ സ്ക്വയറിൽ നിന്നും 10 കിലോമീറ്റർ സഞ്ചരിച്ച് ആസാദി സ്ക്വയറിലെത്തുന്നതോടെയാണ് അവസാനിക്കുക. വലിയ തിക്കും തിരക്കും ബഹളവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ എല്ലാവിധ മുന്നൊരുക്കങ്ങളോടും കൂടിയാണ് ഇന്നത്തെ ഈ വിലാപയാത്രയ്ക്ക് ഉള്ള എല്ലാവിധ മുന്നൊരുക്കങ്ങളും അധികൃതർ തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് വേണം പറയാനായി. കടുത്ത മുന്നൊരുക്കങ്ങളോടുകൂടിയാണ്, കടുത്ത സുരക്ഷാ വലയങ്ങളോടുകൂടിയാണ് ഇറാൻ ഇന്ന് ഈ വിലാപയാത്രയ്ക്കുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിരിക്കുന്നത്. ഗതാഗത മാർഗവും വിമാനയാത്രകളും എല്ലാം തന്നെ കടുത്ത സുരക്ഷയിലും കടുത്ത നിയന്ത്രണങ്ങളിലുമാണ് നിലവിൽ ഇറാനിൽ നടക്കുന്നത്. പല റോഡുകളും അടയ്ക്കുകയും വ്യോമപാതയിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഇറാനിൽ നിലവിൽ കനത്ത ചൂടായതുകൊണ്ട് തന്നെ റോഡിലെല്ലാം തന്നെ ചൂട് പരിഗണിച്ചുകൊണ്ട് റോഡുകൾ തണുപ്പിക്കാൻ വാട്ടർ ടാങ്കുകളും വിന്യസിച്ചിട്ടുണ്ട്. കടുത്ത മുന്നൊരുക്കങ്ങളോടുകൂടിയാണ് ഇന്നത്തെ വിലാപയാത്ര നടത്തുന്നത്. ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്നുള്ള അധികാരികളെല്ലാം തന്നെ ഈ വിലാപയാത്രയിൽ പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ കർശനമായ മുന്നൊരുക്കങ്ങൾ നടത്തും എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ശനിയാഴ്ചയാണ് ഖമേനിയുടെ ഈ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചത്. ജൂലൈ 9 മാഷാദ് നഗരത്തിൽ, അതായത് ഖമേനിയുടെ ജന്മനാടായ മാഷാദ് നഗരത്തിൽ ഈ ഖബറടക്കം നടക്കുന്നതോടുകൂടിയാണ് ഈ വിലാപയാത്രയ്ക്ക് സംസ്കാര ചടങ്ങുകൾക്ക് അവസാനമാവുക. വ്യാഴാഴ്ചയോടെയായിരിക്കും ഈ സംസ്കാര ചടങ്ങുകൾക്ക് അവസാനമാവുക. ബുധനാഴ്ച വിമാനം വഴി ഇറാഖിലേക്ക് എത്തിച്ച് അവിടെയും ഒരു പൊതുദർശനം നടത്തിയതിന് ശേഷം വീണ്ടും ഇറാനിൽ കൊണ്ടുവന്നതിന് ശേഷമായിരിക്കും ഈ സംസ്കാര ചടങ്ങുകൾ നടത്തുക. അതുമാത്രമല്ല, നിലവിൽ ഉയരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇറാൻ മുൻ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിയുടെ മകനും നിലവിലെ ഇറാൻ്റെ നേതാവുമായ മുജ്തബ ഖമേനി ഈ സംസ്കാര ചടങ്ങുകളിൽ ഒന്നും തന്നെ പങ്കെടുത്തിട്ടില്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. മുജ്തബ എവിടെ പോയി? അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇല്ല, എവിടെയും ഈ സംസ്കാര ചടങ്ങുകളിലും വിലാപയാത്രകളിലും ഒന്നുമില്ല എന്നുള്ളതും സംശയം പ്രകടിപ്പിക്കുന്ന പലവിധ ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരു കാര്യമാണ്. മാർച്ചിലാണ് ഈ മുജ്തബ ഖമേനി ഇറാൻ്റെ പുതിയ പരമോന്നത നേതാവായി ചുമതലയേൽക്കുന്നത്. അതിനുശേഷം തന്നെ അദ്ദേഹം ഒരു പബ്ലിക് വേദികളിലും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ളതും സംശയമുളവാക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ വിലാപയാത്രയിൽ നേരത്തെ നടന്നിരുന്ന, കഴിഞ്ഞ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമായി നടന്നിരുന്ന സംസ്കാര ചടങ്ങുകളിലൊക്കെ തന്നെ ഖമേനിയുടെ മറ്റ് 3 മക്കളും പങ്കെടുത്തിരുന്നു. പക്ഷേ അവിടെയും മുജ്തബയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം വിലാപയാത്രയ്ക്ക് വരുമോ എന്നുള്ള ചോദ്യങ്ങൾക്ക് അതിനുള്ള മറുപടി നൽകേണ്ടത് ഈ മുജ്തബയുടെ ഓഫീസിൽ നിന്നാണ് എന്നുള്ള മറുപടിയായിരുന്നു അധികൃതർ നൽകിയിരുന്നത്. അവിടെയും ഈ ചോദ്യത്തിന് ഉത്തരം അവ്യക്തമായി തന്നെ നിലനിൽക്കുകയാണ്. എന്തായാലും ഈ ഖമേനിയുടെ ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കൊച്ചുമക്കളുടെയും സംസ്കാര ചടങ്ങുകളായിരിക്കും നടക്കുക. എന്തായാലും ഇവിടെ ഒന്നും തന്നെ ഈ മുജ്തബയുടെ സാന്നിധ്യം ഇല്ല എന്നുള്ളതും ഒരു സംശയം ഉളവാക്കുന്ന കാര്യമാണ്. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ അക്രമം ഒന്ന് കുറഞ്ഞിരിക്കുകയാണ്. ഇറാൻ അമേരിക്ക ആക്രമണം കുറഞ്ഞിരിക്കുകയാണ്. അതിന് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നതിനിടയിൽ ഈ അക്രമം തങ്ങൾ കുറച്ചിരിക്കുകയാണെന്നും ഇറാന് അവധി നൽകിയിരിക്കുകയാണെന്നുള്ള ഒരു പരിഹാസ രൂപേണയുള്ള ഒരു പ്രസ്താവനയൊക്കെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുറത്തിറക്കിയിരുന്നു. അതുമാത്രമല്ല, നിലവിൽ അമേരിക്കയുടെ ശത്രുക്കളായിട്ടുള്ള എല്ലാ നേതാക്കളും നിലവിൽ ഈ സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി ഇറാനിൽ ഒത്തുകൂടിയിട്ടുണ്ട്. അവിടെ ഒരു ആക്രമണം നടത്താൻ പറ്റിയ സാഹചര്യമാണ് എന്നുള്ള തലത്തിലുള്ള വിവാദപരമായ പരാമർശങ്ങളൊക്കെ തന്നെ ഡൊണാൾഡ് ട്രംപ് പുറത്തിറക്കിയിരുന്നു.
എന്തായാലും നിലവിൽ നടക്കുന്ന ചടങ്ങുകൾക്ക് പല രാജ്യത്തു നിന്നുള്ള നേതാക്കളും എത്തിയിട്ടുണ്ട്. വിലാപയാത്രയോടുകൂടി തന്നെ ഇന്ന് ഔദ്യോഗികമായി ആ ചടങ്ങുകളൊക്കെ തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. 2 ദിവസത്തിനകം തന്നെ ചടങ്ങുകളൊക്കെ തന്നെ സമാപിക്കും എന്നാണ് കരുതാൻ സാധിക്കുന്നത്. വലിയ ജനക്കൂട്ടമാണ് ഇറാൻ മുൻ നേതാവിനെ കാണാനായി, അദ്ദേഹത്തിൻ്റെ മൃതശരീരം കാണാനായി ഇറാനിൽ ഒത്തുകൂടിയിരിക്കുന്നത്. ദീപ്തി. ശരി, എന്തായാലും ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. വിലാപയാത്ര ഇമാം ഹുസൈൻ സ്ക്വയറിൽ നിന്നും ആസാദി സ്ക്വയറിലേക്കാണ് പോകുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ലക്ഷക്കണക്കിന് ആളുകളാണ് സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിയിരിക്കുന്നത്. അനുരഞ്ജനാക്ഷയാണ് വിവരങ്ങൾ നൽകിയത്.